അവിടെ തറവാട്ടിലാണെങ്കിലോ അങ്കിളും ആന്റി അന്ന് രാത്രി തന്നെ നമ്മൾ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നോക്കിയിരിക്കുകയാണ്. അവരെ വിളിച്ചറിയിക്കാനായിട്ട് ഒന്ന് ഫോൺ വിളിച്ച് കാര്യത്തിന്റെ കാൽ ഭാഗം പറയും. ഇവിടെ അവർ കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും കോള് കട്ടെ. അപ്പൊ പോയ ആ സിഗ്നല് ആരുടെ ഫോണിൽ അങ്ങോട്ട് കിട്ടാനുമില്ല. അങ്ങനെ കാർ കുറച്ച് മുമ്പോട്ട് എടുത്തപ്പോഴത്തേനും, മുമ്പോട്ടല്ലാട്ടോ പുറകോട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും അവിടെ ഒരാൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ അവരുടെ BSNL ലൈൻസ് മാത്രമേ അവിടെ വർക്ക് ആവുന്നുള്ളൂ. അങ്ങനെ അയാൾ വിളിച്ച് ഒരു സ്റ്റേ നമുക്ക് അറേഞ്ച് ചെയ്തു. അത് കിട്ടിയത് തന്നെ വലിയ കാര്യമായി പോയി. അത് ബുക്ക് ചെയ്തിരുന്ന ആരോ അത് ക്യാൻസൽ ചെയ്തത് കൊണ്ടാണ് നമുക്കത് കിട്ടിയത്. ഒരു രാത്രി ഒന്ന് അന്തി ഉറങ്ങാൻ തിരക്കേടില്ലാത്ത സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. നീണ്ട ഒരു മുറി, 2 പാർട്ടീഷൻ വെച്ച്, 3 ഡബിൾ ബെഡ്സും ഒരു സോഫ. അത് തന്നെ ഞങ്ങൾക്കന്ന് ധാരാളമായിരുന്നു. അന്ന് ക്രിസ്മസിന് അതിരാവിലെ സ്റ്റൂവും അപ്പവും വെച്ച് തുടങ്ങുന്ന അന്ന് നമ്മൾ ദോശയും ചമ്മന്തിയുമായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയൂണിനാണെങ്കിലോ പൊറോട്ടയും കറിയും, ചിലർക്ക് ചോറും സാമ്പാറും. പട്ടിണി എന്നൊന്നും പറയാനും വേണ്ടിയിട്ടില്ല കേട്ടോ. ആവശ്യത്തിന് അവിടെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്കുന്നുണ്ട് നമ്മള്. പിള്ളേരാണെങ്കിൽ നൂഡിൽസ് അവിടെ ആ ചെറിയ കടകളിൽ കഴിക്കുകയും ചെയ്തു. ഞാൻ ഓൾറെഡി അന്ന് ഡിന്നർ വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെ കളിയാക്കി സംസാരിച്ച് ഇങ്ങനെയൊക്കെ രസകരമായിരുന്നു പറഞ്ഞു വരുമ്പോ അങ്ങനെയൊക്കെ പറയാലോ. അപ്പോ ക്രിസ്മസ് ആയിട്ട് മനുഷ്യൻ തളരുവോളം ഭക്ഷണം വെച്ച് വേവിച്ചും മൂക്കറ്റം കഴിച്ചും ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കയറ്റി കിടന്നുറങ്ങുന്ന ദിവസം. അന്ന് വിശപ്പില്ലാത്തൊരു അത്താഴപ്പട്ടിണി ആയിപ്പോയല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞ് കളിയാക്കിയും. പക്ഷെ വളരെ രസകരമായ ആ ഒരു ദിവസം കുറേ ദിവസങ്ങൾക്ക് ശേഷം എല്ലാരും കൂടെ ഒരുമിച്ച് അന്ന് കിടന്നുറങ്ങി. തികച്ചും വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് ആയിരുന്നു. ഇനി ഈ ആയുഷ്കാലം മുഴുവനും പറഞ്ഞു ചിരിക്കാനും ഓർമ്മിക്കാനും വേണ്ടിയിട്ടുണ്ട് അന്നത്തെ കാര്യങ്ങൾ. ഭക്ഷണം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ കഴിക്കുന്നത് പോലെ ആയില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇനി പിന്നെ നാളെ അങ്ങോട്ട് കേരളത്തിൽ കാലുകുത്തിയ പിന്നെ ഇറച്ചിയും മീനും ഭക്ഷണവും നാരങ്ങ സോഡയും ഇടവിടാതെ അങ്ങോട്ട് കഴിപ്പല്ലേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന് വേണമെങ്കിലും ആവാം. ഇങ്ങനെ രസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് ഞങ്ങൾ അന്തി ഉറങ്ങി ഷോളയാറിൽ തന്നെ. ദിസ് ഇസ് ഗോഡ്സി. കഥ തുടരും.